മഹാനായ പെരുമുഖം എം കോയ മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യാത്രയാരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത പെരുമുഖം എണ്ണക്കാട് ജുമുഅ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് എം കോയ മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഞ്ചേരിയിൽ നിന്നും 34 കിലോമീറ്ററാണ് പെരുമുഖത്തേക്കുള്ളത്. പ്രശസ്ത പണ്ഡിതനും അറിയപ്പെട്ട വാഗ്മിയും മുദരിസുമായിരുന്നു പെരുമുഖം എം കോയ മുസ്ലിയാർ. കുറ്റാളൂർ ബദറുദ്ദുജ ദർസിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി എം കോയ മുസ്ലിയാരെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. ദർസിൻ്റെ ലൈബ്രറിയിൽ കോയ ഉസ്താദിൻ്റെ സ്മരണിക ഉണ്ടായിരുന്നു. അത് മുഴുവനായും വായിച്ചു തീർത്തതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഉസ്താദ് സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് ഈ വീഡിയോക്ക് ആവശ്യമായ വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. ഓരോ മഹാന്മാരെക്കുറിച്ചും അവസരോചിതമായ വിവരണങ്ങൾ എഴുതുക ഉസ്താദിൻ്റെ പതിവാണ്. വളരെ ലളിതവും ആകർഷണീയവുമായ രൂപത്തിലാണ് അതിൽ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഉസ്താദുമായും ഉസ്താദിൻ്റെ കുടുംബവുമായും പെരുമുഖം എം കോയ മുസ്ലിയാർക്കുണ്ടായിരുന്ന ആത്മബന്ധം അതിൽ പരാമർശിക്കുന്നുണ്ട്. ഞാൻ പെരുമുഖത്തെത്തി. ഇതാണ് പെരുമുഖം എണ്ണക്കാട് ജുമുഅ മസ്ജിദ്. മഹാനായ സൈഫുൽ ഇലാഹ് പെരുമുഖം സൈനുദ്ദീൻ മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. മഹാനവരുടെ അടുത്ത് തന്നെയാണ് എം കോയ ഉസ്താദിൻ്റെ ഖബറുള്ളത്. മീസാൻ കല്ലിൽ പേരും വഫാത്തിൻ്റെ ഡേറ്റും എഴുതി വച്ചിരിക്കുന്നു. 1945 മങ്ങാട് കാളമ്പുറത്ത് കോയക്കുട്ടി മുസ്ലിയാർ മറിയം ദമ്പതികളുടെ മകനായി ജനിച്ചു. കാരട്ടിയാട്ടിൽ ഹസൻകുട്ടി മുസ്ലിയാർ, തേഞ്ഞിപ്പലം അലവി മുസ്ലിയാർ, പകര അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മലയമ്മ നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ, ഷേഖ് ഹസൻ ഹസ്രത്ത്, അബ്ദുറഹ്മാൻ ഫൽഫരി എന്ന കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത്, ഷേഖ് ബഖ്തിയാർ എന്നിവരാണ് എം കോയ മുസ്ലിയാരുടെ ഉസ്താദുമാർ. തികഞ്ഞ സൂഫി വര്യനായ കോയ മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, മടവൂർ CM വലിയുല്ലാഹി, വടകര മുഹമ്മദ് ആജി എന്നീ മഹാന്മാരുമായി ആത്മബന്ധം സ്ഥാപിച്ചു. തിരൂർ, അരീക്കാട്, കരീറ്റിപ്പറമ്പ്, ഓമശ്ശേരി, പറമ്പത്തുകാവ്, തവരാപ്പറമ്പ്, പൊന്മുണ്ടം, ഉരുളിക്കുന്ന് എന്നിവിടങ്ങളിൽ ദർസ് നടത്തിയിട്ടുണ്ട്. പ്രഭാഷണ കല പടവാളാക്കി ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിലും ബസ്സിലും കാറിലും അല്ലാതെയുമായി മഹാനവരുകൾ ഓടിയെത്തി. മഗ്രിബ് മുതൽ ആരംഭിച്ച് രാവേറെ ചൊല്ലുവോളം നീണ്ടു നിൽക്കുന്ന കോയ ഉസ്താദിൻ്റെ പ്രസംഗം കേൾവിക്കാരിൽ ഈമാനും ഖൗഫും നിറക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുമായിരുന്നു മഹാനവരുകളുടെ പ്രസംഗങ്ങൾ. മഹാനായ CM വലിയുല്ലാഹിയിൽ നിന്നാണ് എം കോയ മുസ്ലിയാർക്ക് വഅള് പറയാനുള്ള ഇജാസത്ത് ലഭിക്കുന്നത്. ദർസ് നടത്താനും ഗ്രന്ഥരചനക്കും ഇജാസത്ത് ലഭിക്കുന്നതും CM വലിയുല്ലാഹിയിൽ നിന്ന് തന്നെ. കൂടാതെ എല്ലാ പത്രങ്ങളും വായിക്കാനും CM വലിയുല്ലാഹി നിർദ്ദേശിച്ചു അത്രേ. അതിനാൽ തന്നെ മഹാനവരുകളുടെ പ്രസംഗങ്ങൾ പ്രമാണബന്ധിതവും ആശയസമ്പുഷ്ടവും കാലികവുമായിരുന്നു. വിശ്വാസവും ഭക്തിയും വർദ്ധിക്കുന്ന ഉപദേശങ്ങൾ എന്നാണ് വലിയുല്ലാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ കോയ മുസ്ലിയാരുടെ വഅളുകളെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. നിരവധി കറാമത്തുകൾക്കുടമയാണ് മഹാനായ എം കോയ മുസ്ലിയാർ. ഹിജറ വർഷം 1426 ദുൽഖഅദ് 2-നാണ് കോയ മുസ്ലിയാർ വഫാത്താകുന്നത്. 60 വയസ്സായിരുന്നു വഫാത്താകുമ്പോൾ മഹാനവരുകൾക്ക് പ്രായമുണ്ടായിരുന്നത്. അള്ളാഹു മഹാൻ്റെ ബറക്കത്ത് കൊണ്ട്
നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.